ഒരു നുണ പല ആവർത്തി പറഞ്ഞ് അത് സത്യമാണെന്ന് ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുക. നാസി ഭരണകൂടത്തിന്റെ പ്രൊപ്പഗണ്ട മന്ത്രിയായിരുന്ന ജോസഫ് ഗീബിൾസിന്റെ പ്രധാന തന്ത്രമായിരുന്നു ഇത്. പല ആവർത്തി ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതാണ് ശരിയെന്നുള്ള മിഥ്യാധാരണ നമുക്കുണ്ടാകുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. കഥ പറയാം എന്ന സിനിമയുടെ അവസാനം മമ്മൂട്ടിയുടെ കഥാപാത്രം ശ്രീനിവാസന്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, എന്നോടോ ബാല എന്ന്. നിങ്ങൾ എല്ലാവരും ഈ ഡയലോഗ് ഓർത്തിരിക്കുന്നില്ലേ? എന്നാൽ അങ്ങനെയൊരു ഡയലോഗ് ആ സിനിമയിൽ ഇല്ല. മമ്മൂട്ടി പറയുന്നത് എൻ്റെ മുമ്പിലോ ബാല എന്നാണ്. എന്നാൽ മീം പേജുകളും ട്രോൾ പേജുകളും നിരന്തരം ഉപയോഗിക്കുന്നത് എന്നോടോ ബാല എന്നാണ്. ഈ മീമും ട്രോളും നിരന്തരം കണ്ട് മമ്മൂട്ടി പറയുന്നത് എന്നോടോ ബാല എന്നതാണെന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത്. ആ മോഡുലേഷൻ പോലും നമുക്ക് കിട്ടും. ഇതാണ് നിരന്തരം ഒരു കാര്യം നമ്മൾ കൺസ്യൂം ചെയ്താൽ സംഭവിക്കുന്നത്. ഈ തന്ത്രം തന്നെയാണ് ഇന്ത്യയിലെ വലതുപക്ഷം പ്രൊപ്പഗണ്ട സിനിമകളിലൂടെ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ പ്രൊപ്പഗണ്ട സിനിമകളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വാണ്ടർബിൽറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക ലിസ ഫാസിയോയും ടീമും ഒരു പരീക്ഷണം നടത്തി. നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആളുകളുടെ മനസ്സിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്നതാണ് ഇവർക്ക് പരീക്ഷിച്ചറിയേണ്ടിയിരുന്നത്. അതിനായി ഒരു കൂട്ടം ആളുകൾക്ക് അവർ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കേൾപ്പിച്ചു. ഒന്ന്, പസഫിക് ഓഷ്യനാണ് ഏറ്റവും വലിയ ഓഷ്യൻ എന്ന്. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പരീക്ഷണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണെന്നത് പരീക്ഷണത്തിൽ പങ്കെടുത്തവരുടെ എക്സിസ്റ്റിംഗ് നോളജാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലാന്റിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം എന്നതാണ്. ഇത് നുണയും പരീക്ഷണത്തിൽ പങ്കെടുത്തവർ അന്നുവരെ കേട്ടിട്ടില്ലാത്തതുമാണ്. രണ്ടാമത്തെ നുണ കലർന്ന സ്റ്റേറ്റ്മെൻറ്റ് നിരന്തരം അവരെ കേൾപ്പിച്ചു. പല ആവർത്തി പല ടൈം ഇൻ്റർവെല്ലുകൾ അനുസരിച്ച് അവരെ കേൾപ്പിച്ചു. കുറച്ചു കാലത്തിനു ശേഷം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമെന്ന് പരീക്ഷണത്തിൽ പങ്കെടുത്തവരോട് ചോദിച്ചപ്പോൾ അധിക പേരും അറ്റ്ലാന്റിക് എന്നാണ് ഉത്തരം പറഞ്ഞത്. ചിലർ സംശയത്താൽ ഉത്തരം പറയാൻ കഴിയാതെ നിന്നു. ആരും ശരിയും സത്യവുമായിട്ടുള്ള പസഫിക് എന്ന ഉത്തരം പറഞ്ഞില്ല. ഈ പരീക്ഷണം തെളിയിക്കുന്നത് നിരന്തരം ഒരു കാര്യം നമ്മൾ കേട്ടാൽ അത് സത്യമാണെന്ന് നമ്മൾ കരുതും എന്നതാണ്. ഒരു നുണ പല ആവർത്തി പറഞ്ഞ് സത്യമാക്കുക എന്ന നാസി തന്ത്രം തന്നെയാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ സ്വീകരിക്കുന്നത്. കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ്, സബർമതി റിപ്പോർട്ട് തുടങ്ങി നിരവധി പ്രൊപ്പഗണ്ട സിനിമകൾ ബോളിവുഡിൽ 2014 ശേഷം പുറത്തു വന്നിട്ടുണ്ട്. പല സിനിമകളെയും നമ്മൾ ട്രോൾ ചെയ്തും റോസ്റ്റ് ചെയ്തും വിടാറുണ്ട്. പക്ഷേ അവിടെയെല്ലാം പ്രവർത്തിക്കുന്നത് നുണയെ സത്യമാക്കുന്ന ഈ ഗീബിൾസിയൻ തന്ത്രമാണ്. ഈ സിനിമകളിൽ എല്ലാം പൊതുവായി ഒരൊറ്റ കാര്യം മാത്രമേയുള്ളൂ. അത് മുസ്ലിം വിദ്വേഷമാണ്. മുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരാണെന്നുള്ള തോന്നലാണ്. പല സിനിമകളിലൂടെ പല ആവർത്തി ഒരേ കാര്യം പറഞ്ഞാൽ തീർച്ചയായും അത് സത്യമാണെന്നുള്ള തോന്നൽ പ്രേക്ഷകർക്കിടയിലുണ്ടാക്കും. അത്രയേ അവർക്ക് വേണ്ടുള്ളൂ. അതിനാൽ ട്രോള് കൊണ്ടോ റോസ്റ്റ് കൊണ്ടോ പ്രൊപ്പഗണ്ട സിനിമകളെ നേരിടാൻ കഴിയില്ല. ലോകത്ത് ആദ്യമായി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമായിരുന്നു എന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ചരിത്ര സത്യമാണ്. മുസോളിനി നേതൃത്വം നൽകിയിരുന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ് 1932 വെനീസിൽ വെച്ച് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത്. എന്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ആദ്യമായി ചലച്ചിത്രോത്സവം നടത്തിയെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരേ സമയം ഒന്നിലധികം ജ്ഞാനേന്ദ്രിയങ്ങളുമായി സിനിമ സംവദിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മനുഷ്യനെ അടിമുടി മാറ്റിക്കളയാൻ കെൽപ്പുള്ളൊരു കലയാണ് സിനിമ. അവൻ്റെ ചിന്തകളെയും ജീവിത തത്വങ്ങളെയും മാറ്റിമറിക്കാൻ സിനിമക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പടർത്താനും പിളർപ്പുണ്ടാക്കാനും സിനിമയെ ഒരു ടൂളായി ഫാസിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. നാസി കാലത്തെ ജർമ്മനി, ഫാസിസ്റ്റ് കാലത്തെ ഇറ്റലി, നോർത്ത് കൊറിയ, റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴായി പ്രൊപ്പഗണ്ട സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യയും ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. മോദിയുടെ നേതൃത്വത്തിലുള്ള RSS ഭരണകൂടം അധികാരത്തിലേറിയ ആദ്യ നാളുകളിൽ രാജ്യസ്നേഹത്തിൽ പൊതിഞ്ഞ മൃദു ഹിന്ദുത്വ സിനിമകളാണ് ബോളിവുഡിൽ നിന്ന് പുറത്തു വന്നിരുന്നതെങ്കിൽ പിന്നീടത് പ്രത്യക്ഷത്തിൽ ന്യൂനപക്ഷ വിരുദ്ധവും തീവ്ര ഹിന്ദുത്വ അജണ്ട പേറുന്ന സിനിമകളുമായി മാറി. ദ കശ്മീർ ഫയൽസ്, ദ കേരള സ്റ്റോറി, വീർ സവർക്കർ തുടങ്ങി
നിരവധി പ്രൊപ്പഗണ്ട സിനിമകളാണ് 2024 തിരഞ്ഞെടുപ്പിന് മുൻപ് റിലീസ് ചെയ്തത്. കേരള സ്റ്റോറി എന്ന സിനിമയെ ഒരു കോമഡിയായാണ് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ കണ്ടത്. എന്നാൽ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് നോർത്തിൽ താമസിക്കുന്ന മലയാളികൾക്കറിയാം അവരുടെ നിത്യജീവിതത്തിൽ കേരള സ്റ്റോറി എത്രത്തോളം കോട്ടം വരുത്തി എന്നത്. ഞാൻ ഏകദേശം 3 വർഷമായി ഡൽഹിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമ എത്രത്തോളം വിഷലിപ്തമാണെന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷം കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖം മാറുന്നത് നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഇത്തരം സിനിമകൾ ഒരു പരിധിവരെ മലയാളികളെ ബാധിക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ നോർത്തിൽ അതല്ല സ്ഥിതി. തിയേറ്ററിൽ പരാജയപ്പെട്ടാലും അത്തരം സിനിമകൾ നോർത്തിലെ ആളുകളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വെറുപ്പ് ഉൽപാദനത്തിന് മുൻപ് ഹിന്ദി പ്രൊപ്പഗണ്ട സിനിമകൾ കൈവച്ചത് ചരിത്രത്തിലായിരുന്നു. ഒരു ജനതയെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അവരുടെ ചരിത്രബോധം നിഷേധിച്ച് നശിപ്പിച്ചു കളയുക എന്നതാണ്. ബ്രിട്ടീഷ് നോവലിസ്റ്റും സാമൂഹിക നിരീക്ഷകനുമായ ജോർജ് ഓർവെലിന്റെ വാക്കുകളാണിത്. ചരിത്രത്തെ അപനിർമ്മിക്കുക വഴി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും വിഭജിക്കുകയും ചെയ്യാമെന്ന് ഇന്ത്യയിൽ ആദ്യം തെളിയിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. ആധുനിക ഇന്ത്യയിൽ അത് ചെയ്യുന്നത് ഇവിടുത്തെ വലതുപക്ഷമാണ്. എങ്ങനെയാണ് വലതുപക്ഷം സിനിമകൾ വഴി ചരിത്രത്തെ അപനിർമ്മിക്കുന്നത് എന്ന് നോക്കാം. 2022 ഇറങ്ങിയ സാമ്രാട്ട് പൃഥ്വിരാജ് എന്ന അക്ഷയ് കുമാർ സിനിമയെക്കുറിച്ച് പറയാം. പൃഥ്വിരാജ് ചൗഹാൻ എന്ന രജപുത്ത് രാജാവിൻ്റെ ജീവിതവും ചരിത്രവുമാണ് പറയുന്നതെന്നാണ് സിനിമയുടെ പിന്നണിക്കാർ അവകാശപ്പെട്ടത്. ഈ സിനിമ പറയുന്നത് യഥാർത്ഥ ചരിത്രമാണോ എന്നതാണ് പ്രശ്നം. ഈ സിനിമയിൽ മുഹമ്മദ് ഗോറിയെ കൊല്ലുന്നത് അക്ഷയ് കുമാറിൻ്റെ കഥാപാത്രമായ പൃഥ്വിരാജ് ചൗഹാനാണ്. എന്നാൽ ഇത് തീർത്തും ചരിത്രവിരുദ്ധമായ കാര്യമാണ്. പൃഥ്വിരാജ് ചൗഹാൻ മരണപ്പെടുന്നത് 1192 മുഹമ്മദ് ഗോറിയാകട്ടെ കൊല്ലപ്പെടുന്നത് 1206 അതായത് പൃഥ്വിരാജ് ചൗഹാന്റെ മരണം കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷമാണ് ഗോറി കൊല്ലപ്പെടുന്നത്. ചരിത്രം വളച്ചൊടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം മാറ്റി നിർത്തിയാലോ അതുകൊണ്ടുണ്ടാകുന്ന വിദ്വേഷത്തിൻ്റെ മുറിവ് ചെറുതല്ല. 2019 ഇറങ്ങിയ കേസരി എന്ന സിനിമയും ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ചരിത്രത്തെ വളച്ചൊടിച്ച സിനിമയായിരുന്നു. 1897 അഫ്ഗാൻ മേഖലയിലെ ഗൊറക്സായി അഫ്രീദി ഗോത്രങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സായുധ വിപ്ലവത്തെ കേന്ദ്രീകരിച്ചാണ് കേസരി കഥ പറഞ്ഞത്. ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചരിത്ര സിനിമ എന്നാണ് കേസരിയെക്കുറിച്ച് പിന്നണിക്കാർ പറഞ്ഞത്. എന്നാൽ ചരിത്രമറിയുന്ന ഒരാൾക്കും സിനിമ കണ്ടാൽ അങ്ങനെ തോന്നില്ല. ചിത്രം തുടങ്ങുന്നത് ഇസ്ലാമിക നിയമപ്രകാരം എന്ന രീതിയിൽ ഒരു സ്ത്രീയുടെ തലവെട്ടാൻ ഒരു ഗോത്രം തയ്യാറെടുക്കുന്ന സീനോടുകൂടിയാണ്. ഇത് ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന നായക കഥാപാത്രമായ അക്ഷയ് കുമാർ തടയുന്നു. ഇതിന് പ്രതികാരമായാണ് ഗോത്രങ്ങൾ ബ്രിട്ടീഷ് സൈനിക ഔട്ട്ലെറ്റ് ആക്രമിക്കുന്നത്. എന്നാൽ അങ്ങനെയൊരു സംഭവം ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ സംഘടിതമായും അല്ലാതെയും നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു സരഗറിയിലേതും. എന്നാൽ മുസ്ലിം ഗോത്രത്തെ സ്ത്രീയുടെ തലവെട്ടാൻ അനുവദിച്ചില്ല. അതിന് പ്രതികാരമായി അവർ ആക്രമണം നടത്തി എന്ന രീതിയിലാണ് കേസരി എന്ന സിനിമ ഈ സംഭവത്തെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തെ അപനിർമ്മിക്കുന്ന നിരവധി സിനിമകൾ 2014 ശേഷം ബോളിവുഡിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഓരോന്നും വിശദീകരിക്കാൻ നിന്നാൽ ഒരു എപ്പിസോഡ് മതിയാകില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഇത്തരം സിനിമകളെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.